നേതാക്കളുടെ നിർദ്ദേശത്തിന് പിന്നാലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റി കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റിലെ മുൻപിനും സ്ഥാപിച്ച ബോർഡുകൾ മാറ്റി. കേരളത്തിലേത് ഉജ്ജ്വല വിജയമെന്നും ചേരിതിരിഞ്ഞ് പ്രവർത്തിക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. വ്യക്തിപരമായ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ വെക്കരുതെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. VD സതീശൻ മുഖ്യമന്ത്രിയാവണം. അല്ലാത്ത തരത്തിൽ മാനസികമായി ഞങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പില്ല. കാരണം എന്തിന്? കേരള ജനത ആഗ്രഹിച്ച കാരണം നമ്മൾ കൊടുക്കേണ്ടത്, അത് കൊടുത്തേ പറ്റൂ. അതിന് മുന്നിലേക്ക് മറ്റൊരാളെ കെട്ടിയിറക്കുന്ന പരിപാടി നടക്കില്ല. അതിൽ DCC എന്ത് തീരുമാനമെടുത്താലും ഇത് പാർട്ടിക്ക് വേണ്ടിയുള്ള തീരുമാനമാണ്. പാർട്ടി കേരളത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. സഫാൻ VP വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഈ തിരുവനന്തപുരത്തെ എല്ലാ ഫ്ലെക്സ് ബോർഡുകളും നീക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ പരമാവധി നീക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അനീഷ, അത് തന്നെയാണ് VD സതീശന്റെ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനത്തിന് പിന്നാലെ നാടകീയ സംഭവങ്ങളാണ് ഇന്ദിരാഭവൻ, വെള്ളയമ്പലത്തെ ഇന്ദിരാഭവനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വാർത്തകൾക്ക് പിന്നാലെ, അങ്ങനെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെ ഇന്ദിരാഭവനിലേക്ക് ഒരുപാട് പ്രവർത്തകർ KCയെയും VDയെയും ഒക്കെ അനുകൂലിക്കുന്ന, VDയെയും RCയെയും ഒക്കെ അനുകൂലിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഇന്ദിരാഭവനിലേക്ക് എത്തിയിരുന്നു. ഈ എത്തിയിരുന്ന പ്രവർത്തകർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ചർച്ചകൾക്ക് ശേഷം ഉണ്ടാകും എന്നായിരുന്നു. എന്നാൽ നാടകീയമായി തന്നെ അത് ഒരു പര്യവസാനത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ ചർച്ചകൾക്ക് ശേഷം നേതാക്കൾ ഒരുമിച്ച്, ഈ മൂന്ന് നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കൽ, തങ്ങൾക്ക് വേണ്ടി ആരും ഫ്ലെക്സുകൾ വെക്കേണ്ടതില്ല എന്നുള്ളൊരു പ്രഖ്യാപനത്തിന് ശേഷം നാടകീയ രംഗങ്ങളാണ് ഇന്ദിരാഭവന് മുന്നിൽ കണ്ടത്. നമുക്കറിയാം, ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്, ഈ ജനവിധി പ്രഖ്യാപിക്കുന്നത് മെയ് 4-നാണ്. മെയ് 4 മുതൽ ആദ്യം ഫ്ലെക്സ് ബോർഡുകൾ കണ്ടു തുടങ്ങിയത് ഇന്ദിരാഭവന് മുന്നിലാണ്. മൂന്ന് നേതാക്കളെയും അനുകൂലിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇന്ദിരാഭവന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രഖ്യാപനത്തിന് പിന്നാലെ ആദ്യം തന്നെ ഇന്ദിരാഭവനിൽ സ്ഥാപിച്ച മുഴുവൻ ഫ്ലെക്സുകളും പ്രവർത്തകർ തന്നെ സ്വമേധയാ അത് എടുത്തു മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ നിരാശരായിട്ടാണ് ഇന്ദിരാഭവനിൽ നിന്ന് മടങ്ങുന്നതെങ്കിലും നേതാക്കളുടെ ഒരുമിച്ചുള്ള ആഹ്വാനം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ദിരാഭവനിൽ കണ്ടത്. അതിനപ്പുറത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലും കൂടുതൽ ഫ്ലെക്സുകൾ വെച്ചിരുന്നു. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കീറിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. സെക്രട്ടേറിയറ്റിലും ഇതുപോലെ KCയുടെയും രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും ഒക്കെ ഫ്ലെക്സുകൾ മാറ്റുകയാണ് ചെയ്തത്. അനീഷ.